ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അനുമോള് ലേറ്റ് ആയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ആ കഴിച്ച പ്ലേറ്റ് കൊണ്ടുവന്ന് കഴുകി വെക്കുമ്പോൾ നൂറ വളരെ മര്യാദയ്ക്ക് പോയി പറഞ്ഞു നോക്കി അനുമോളിന്റെ അടുത്ത്. ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനി ശരത്തും പോയി മര്യാദയ്ക്ക് വിളിച്ചു, റെന പോയി വിളിച്ചു. അനുമോൾ ആ സമയത്ത് എനിക്ക് സൗകര്യമില്ല, എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ആ വഴിക്ക് പോകുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ അതേപോലെ ഉള്ള പാത്രമെല്ലാം വെച്ച് എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ ഞാൻ പോയി കഴുകും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നതിനെ പറ്റി ലാലേട്ടൻ ഈ കഴിഞ്ഞ ദിവസം എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് കൂടാതെ അനുമോള് വെസൽ ടീമും കൂടിയാണ്. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് എന്ന് സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. ഇന്നലെ വഴക്കുണ്ടാക്കി വെസൽ ടീമിൽ കയറിയതാണ്. അനീഷ് പോയി പറയുമ്പോൾ അനുമോൾ അനീഷിനോട് പറയുന്നത് ഇത് എന്റെ ഗെയിമാണ് ചേട്ടാ എന്നാണ്. കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നതിൽ എന്തോന്ന് ഗെയിമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഉച്ചയ്ക്ക് ഞാൻ പോയി കഴുകി വെച്ചു, മാന്യമായിട്ട് ഞാനത് കഴുകി വെച്ചു, ഇതെന്റെ വീടായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ അനുമോൾ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പ്രവൃത്തിയിൽ കാണുന്നില്ലെന്നുള്ളതാണ്. പിന്നെ ഇവരൊക്കെ ആജ്ഞാപിക്കുമ്പോൾ പോയി ചെയ്യാൻ ഇവരൊക്കെ എന്റെ ആരാന്നുള്ളത് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഹൗസ് മേറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവര് പറഞ്ഞ അവരുടെ അഭിപ്രായത്തെ ഒന്ന് വില വെക്കാം. പക്ഷെ കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നതിൽ ഈ പറഞ്ഞ ഡയലോഗടിയും കാര്യങ്ങളും ഒന്നും തന്നെ കാണുന്നില്ലെന്നുള്ളതാണ് കേട്ടോ. പ്രവൃത്തിയിൽ കാണുന്നില്ല, വാക്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ വെറുതെ അങ്ങ് പിണങ്ങി പോവുക, ഡ്യൂട്ടി ചെയ്യുന്നതിൽ മടി കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ മാസമൊന്നുമല്ല. രാവിലെ തുടങ്ങി അനുമോൾ ഇങ്ങനെ പിണങ്ങിയാണ് ഇരിക്കുന്നത്. ഇതാണ് ഈ ഒരു ഫൈറ്റിന്റെ മൂല കാരണം. റൂട്ട് കോസ് എന്ന് പറഞ്ഞാലും ഒരു ഗ്രൂപ്പ് കൂടുന്ന ഒരാളെ ഒറ്റപ്പെടുത്തുന്ന നരേറ്റീവ് തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അതാണ്. നമ്മുടെ ജിസൈൽ ഇത് അപ്പാനിയോടും അക്ബറിനോടും പറയുന്നുണ്ട്. അനുമോള് വഴക്കുണ്ടാക്കി നടന്ന ആ ഒരു ഊഞ്ഞാലിൽ പോയിരിക്കുമ്പോൾ പുറകെ പോയി അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അക്ബറും അപ്പാനിയും. അക്ബർ അവിടെ ഇരുന്ന് പാട്ടൊക്കെ ഉണ്ടാക്കി പാടുന്നൊക്കെയുണ്ട്. ആ സമയത്താണ് ജിസൈൽ ഇത് പറയുന്നത്. ഗ്രൂപ്പിസം കളിച്ച ഒരാളെ ബുള്ളി ചെയ്യരുത്, വേണമെങ്കിൽ ഞാൻ കഴുകി വെച്ചോളാം എന്നൊക്കെ ജിസൈൽ പറയുന്നുണ്ട്. അപ്പാനി പിന്നീട് പോകുന്നുണ്ട് എങ്കിൽ പ്രൊവോക്കിംഗ് ഗ്രൂപ്പിലെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. റെനയെയാണ് ഏൽപ്പിക്കുന്നത്. റെനയാണെങ്കിൽ അനുമോൾ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാതോരാതെ റെന അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. റെനയും അക്ബറും ഇരുന്ന് പാടിയും പറഞ്ഞും ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോൾ ഒന്നിനും റിയാക്ട് ചെയ്യുന്നില്ല. ഷൈത്തി പോയി അവിടെ ഇരിക്കുമ്പോൾ അനുമോളുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഷൈത്തിനെയും അനുമോളെയും വെച്ചിട്ട് ഇവര് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഗ്രൂപ്പ് കൂടി നിന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ബുള്ളി ചെയ്യുന്നതും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്കിത് കാണുമ്പം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്കിത് കാണുമ്പോൾ ഒട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു കാര്യമായിട്ട് തോന്നാറില്ല. ഇവരൊട്ടും തന്നെ ലൈക്കബിൾ ആയിട്ട് തോന്നാറില്ല നമുക്ക്. പിന്നെ കഴിച്ച പാത്രമൊക്കെ കൊണ്ടുപോയി കഴുകി വെക്കണ്ടേ അനുമോളെ? എന്താ ഇതൊക്കെ? കഴിച്ച അപ്പൊ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അത്രയും പണി തീർന്ന് കിട്ടത്തില്ലേ? അതിലൊക്കെ എന്തിനാണ് വെറുതെ ഗെയിം കണ്ടെത്തുന്നത് എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് തന്നെയാണ് ഭൂരിഭാഗം പ്രേക്ഷകർ ഇതിനകത്ത് ചോദിക്കാനുള്ളത്. കാരണം ഒരു റീസണും ഇല്ല. ഒരു വളരെ അലർന്ന ഒരു ദിവസവുമാണ്. ഒരു രീതിയിലും കോണ്ടന്റുകൾ ഇല്ലാതെ കണ്ടന്റ് ക്ഷാമം അനുഭവിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പം എന്തേലും പറഞ്ഞ് വെറുതെ എന്തേലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഉണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു രീതിയിലും ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെയാണ് ഇവർ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.